ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്രിഞ്ചൽ ഫ്രൈ, ഹൗ ടു മേക്ക് ബ്രിഞ്ചൽ ഫ്രൈ എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങ എങ്ങനെയാണ് നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ സാമ്പാർ കൂട്ട് മേടിക്കാൻ കടയിൽ പോയപ്പോഴാണ് വിചാരിച്ചത് ഈ ബ്രിഞ്ചൽ മേടിച്ചാലെന്ന്. അപ്പോൾ അവർ ഈ വഴുതനങ്ങ ഇടുന്ന കണ്ടപ്പോഴാണ് ഓർത്തത്, അയ്യോ വഴുതനങ്ങ കൊണ്ട് ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പം നമ്മുടെ വഴുതനങ്ങ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വഴുതനങ്ങ എടുത്തിട്ട് അത്യാവശ്യം ഒത്തിരി വഴുതനങ്ങ ആയതുകൊണ്ട് നല്ലവണ്ണം മൊരിയുന്നതായതുകൊണ്ട് തന്നെ ഒത്തിരി കനത്തിലും അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പേരമേന ഉണ്ടാക്കുന്നത് വില്ലിച്ചനാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ അതിനായി നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി പൗഡർ, അതുപോലെ തന്നെ ടെർമറിക് പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും വേണം. അപ്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇത് മൂന്നും പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എരിവുള്ളതനുസരിച്ച് എരിവ് ആർക്കൊക്കെ എങ്ങനെ വേണം എന്നുള്ളതനുസരിച്ച് വേണം നമുക്ക് ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ എരിവ് കൂടി പോയ പണിയാവും. അപ്പോൾ എന്നായാലും ഇതും കുറച്ച് ഉപ്പും കൂടി ഇടണേ. ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ പണിയാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ മീൻ വറുക്കുന്ന പോലെയാണ് ജസ്റ്റ് ഒന്ന് വറക്കേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം എണ്ണയാണ് ഒഴിച്ചത്. അപ്പം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് കുറച്ച് ശകലം കൂടുതലുള്ള കാരണം ശകലം എണ്ണ ഒഴിച്ചുള്ളൂ. അപ്പോൾ എന്നായാലും 2 തവണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമ്മൾ കുറച്ച് ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതാണ് ബ്രിഞ്ചൽ ഫ്രൈ എന്ന കാര്യം ഓർക്കരുത്. കാരണം എന്തൊക്കെ ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി എന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയത് കുറച്ചും കൂടി മൊരിയണമായിരുന്നു. എന്തായാലും കരിഞ്ഞു പോയതാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ലോണം മുറിച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഈ വീഡിയോ കാണുന്നവർ ഈ ഡിഷിൻ്റെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.